നമ്മുടെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, വെൽക്കം ടു ദി ഷോ. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കൂടി വരികയാണ്. ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോകുമ്പോൾ യു എസ് വിപണിയിൽ കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച, ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ കയറുന്ന അമേരിക്കൻ സൂചികകളായിരുന്നു കണ്ടത്. പ്രത്യേകിച്ചും ഡൗ ജോൺസിൽ വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40,000 എന്നൊരു മാർക്കിന് മുകളിലേക്ക് എത്താനും അതിനോടൊപ്പം തന്നെ ആ ഒരു നില സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനും ഡൗ ജോൺസിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികൾ വീണ്ടും അവരുടെ ഒരു റാലിക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു നാസ്ഡാക്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച്. ബട്ട് കഴിഞ്ഞ ഒരു 10 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസും നാസ്ഡാക്കിന്റെ ഒപ്പം തന്നെ പിടിച്ച് കയറിയിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു മേജർ ടാർഗറ്റ് ഇസ് അറൌണ്ട് 40,500. 40,500 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമുക്കൊരു 300 പോയിന്റിന്റെ കുതിപ്പെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. 40,800 ആയിരിക്കും രണ്ടാമത്തെ ഒരു ടാർഗറ്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലെ വ്യാഴാഴ്ച ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് വെള്ളിയാഴ്ച തിരിച്ചൊരു നേരിയൊരു പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 21,000 പോയിന്റും അതിനെ തുടർന്ന് 21,200 പോയിന്റും ആയിരിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTI ക്രൂഡ് വളരെ ഫ്ലാറ്റ് ടോണിൽ $81.1 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെൻഡ് $85.12 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ക്രൂഡിന്റെ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചൂണ്ടിക്കാണിച്ച അതേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് തന്നെ തുടരുന്നു. റെസിസ്റ്റൻസ് ഇസ് അറ്റ് $84. 84ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $85, അതിനെ തുടർന്ന് $86 ആയിരിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $80.50 ലെവൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ഗോൾഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 2,400 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഗോൾഡിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നേരിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും നിലവിൽ ട്രോയ് ഔൺസിൽ 2,414.4 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വീണ്ടും ഒരു റാലിയിലേക്കാണോ ഗോൾഡിന്റെ ഒരു വ്യാപാരം പോകുന്നത്? ഒരു നേട്ടം കാണാൻ സാധിച്ചിരുന്നു. അണ്ടർടോൺ ഇൻ ഗോൾഡ് കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ബട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് $2,350 പെർ ട്രോയ് ഔൺസ് ലെവലിലായിരിക്കണം. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 2,450. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 2,465. ആഭ്യന്തര വിപണിയിലെ ഒരു കഴിഞ്ഞ ദിവസത്തെ പ്രകടനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുന്നേറുന്ന നിഫ്റ്റിയായിരുന്നു കണ്ടത്. 24,592.2 എന്ന നിലയിൽ വരെ എത്തിയ സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,500 എന്നൊരു നിലവാരം സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് 24,502.15 എന്നൊരു നിലയിലാണ്. പ്രധാനമായിട്ടും IT സ്റ്റോക്കുകൾ തന്നെയാണ് നിഫ്റ്റിയിൽ വലിയ തോതിൽ ഈ ഒരു മുന്നേറ്റത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും കാണാം. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നിഫ്റ്റി 50യുടെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 24,700 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 24,900. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 25,200 പോയിന്റിലും ആയിരിക്കും. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,100 പോയിന്റ്. സർ, ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി നോക്കുകയും നിഫ്റ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കൺസോൾട്ടേഷൻ സോണിലായിരുന്നു നിഫ്റ്റി ബാങ്ക് കഴിഞ്ഞൊരു ആഴ്ച എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ വെള്ളിയാഴ്ചത്തെ ഒരു വ്യാപാരം നോക്കുകയാണെങ്കിൽ 52,000 എന്നൊരു നിലവാരം സസ്റ്റെയിൻ ചെയ്യാൻ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡേ ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 52,294.55 എന്ന നിലവാരമാണ്. ക്ലോസിംഗ് നിലവാരം നോക്കുമ്പോൾ 52,278.9 വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് നിഫ്റ്റി ബാങ്കും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്കിലെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ഇനിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 52,800 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം.
നിഫ്റ്റി ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ബാങ്ക് നൗ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് മറ്റ് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഇതിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ 870 റുപ്പി 50 പൈസ 870.50. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 890, അതിനെ തുടർന്ന് 915 രൂപയിലായിരിക്കും. സർ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റാർ പെർഫോമറായി മാറിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിഫ്റ്റി IT തന്നെയായിരുന്നു. ഏകദേശം 4% നേട്ടമാണ് നിഫ്റ്റി IT രേഖപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ITയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? നിഫ്റ്റി IT ഇൻഡെക്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നെക്സ്റ്റ് മേജർ ടാർഗറ്റ് 40,100 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 40,600, അതിനെ തുടർന്ന് 40,900. മൈ എക്സ്പെക്ടേഷൻ 40,900 പോയിന്റ് വരെയെങ്കിലും നിഫ്റ്റി IT ഈ ഒരു റാലിയിൽ തന്നെ നമുക്ക് നേട്ടം നൽകുമെന്ന് വിശ്വസിക്കുന്നത്. IT സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും LTTSന്റെ കേസിൽ നമുക്കൊരു ബൈയിങ് അവസരം ഇന്ന് ലഭിക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. 5,162 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ആൻഡ് വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും വിപ്രോയിൽ നമുക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി ഒരു വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. TCS, ഇൻഫോസിസ്, HCL ടെക്നോളജി മുതലായ സ്റ്റോക്സിലൊക്കെ ഓൾറെഡി ഒത്തിരി നമുക്ക് നേട്ടം കാണാൻ സാധിച്ചു കഴിഞ്ഞു. സോ അത്തരം സ്റ്റോക്സിൽ നമുക്ക് പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരം ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. TCSന്റെ കേസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സർ, ഒപ്പം തന്നെ ഇന്നത്തെ ഒരു വിപണിയിലേക്ക് നോക്കുകയാണ് ഒരുപക്ഷെ ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ജിയോഫിൻ തന്നെയാണ്. കാരണം ജിയോഫിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് വരാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ വിപണിയിൽ കാണാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഓഹരിയുടെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജൂണിൽ മികച്ചൊരു മുന്നേറ്റം നടത്തിയതിനു ശേഷം ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി മികച്ചൊരു നിലവാരത്തിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടൊരു സൈഡ് വേസ് പാറ്റേണിലാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു ഓഹരി മുന്നോട്ടേക്ക് പോകുന്നതെന്ന് കാണാം. ജിയോഫിനുള്ള താങ്കൾ ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്നത്തെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഓഹരിനെ ബാധിക്കുക? നമ്മൾ റിസൾട്ട് വരുന്ന ദിവസം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. എങ്കിലും നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 369 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ഇന്ന് ജിയോഫിന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 342. ഒപ്പം തന്നെ ഇന്ന് ക്വാർട്ടർ റിസൾട്ട് പുറത്തുവിടുന്ന മറ്റൊരു കമ്പനിയാണ് HDFC ലൈഫ് ഇൻഷുറൻസ്. HDFC ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ജൂലൈയിലെ ആദ്യ വാരം തൊട്ട് വളരെ വ്യക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കടന്നു വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഏകദേശം 1% നേട്ടത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. HDFC ലൈഫ് ഇൻഷുറൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ HDFC ലൈഫ് ഇൻഷുറൻസ് കഴിഞ്ഞ 3-4 ആഴ്ചക്കിടെ ഇറ്റ് ഇസ് ടേൺഡ് അറൗണ്ട്. ആൻഡ് ഈ ഒരു ടേണിങ് അറൗണ്ടിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം താമസിക്കാതെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇന്ന് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 643 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 655. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 665, അതിനെ തുടർന്ന് 680. ഒപ്പം തന്നെ ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് വിമീഷ് എന്ന പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. യെസ് ബാങ്കിലുള്ള തങ്ങളുടെ ഒരു വ്യൂ എന്താണ്? യെസ് ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അല്പം സൈഡ് വേസ് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗിൽ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 27 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24 രൂപ 25 പൈസ. അശ്വിൻ അശോക് എന്ന പ്രേക്ഷകൻ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 317.45 രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ GSPL ടേൺ അറൗണ്ട് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 325 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 മുതൽ 30 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അജു എന്ന പ്രേക്ഷകൻ മദേഴ്സ് ആൻഡ് സുമി വയറിംഗ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണ് ഇത്. ഓഹരി കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ മദേഴ്സ് ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിലും ബൈയിങ് ഇൻട്രസ്റ്റും നമുക്ക് കാണാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ്. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇതിൽ 78 രൂപ, അതിനെ തുടർന്ന് 80 രൂപയിലും ആയിരിക്കും. സിജു എന്ന പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5% നേട്ടത്തിലാണ് ഓഹരി ക്ലോസും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IRCTC ലോങ് ടേം ട്രെൻഡ്, ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിലനിർത്തുക. അടുത്ത മേജർ റെസിസ്റ്റൻസ് 240, അതിനെ തുടർന്ന് 250. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 200 രൂപ. IRFCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് IRCTC. മറ്റ് റെയിൽവേ സ്റ്റോക്സിനെ അപേക്ഷിച്ച് IRCTC കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോമൻസ് ആണ് നമുക്ക് നൽകുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1062 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1085, 1120, അതിനെ തുടർന്ന് 1160. ജയൻ എന്ന പ്രേക്ഷകൻ അദാനി പോർട്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1485 രൂപയാണ് ക്ലോസിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ് അറ്റ് ദ മോമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1430 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 1530 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. നിബു തോമസ് എന്ന പ്രേക്ഷകൻ വെൽസൺ ക്രോപ്പ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. വെൽസൺ ക്രോപ്പ് കഴിഞ്ഞ ദിവസം 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? വെൽസൺ ക്രോപ്പ് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് വെൽസൺ ക്രോപ്പ്. വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഇത് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽസിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതിനെ തുടർന്ന് നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 645. അതിനുശേഷം കാണാൻ സാധിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 615 രൂപയും. ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. റഷീദ് എന്ന പ്രേക്ഷകൻ ITCയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയും കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ITCയിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ITCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ITC. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അടുത്ത മേജർ റെസിസ്റ്റൻസ് 480, അതിനെ തുടർന്ന് എൻ്റെ ഓൾ ടൈം ഹൈ ലെവൽ 500 രൂപയിലായിരിക്കും. മൈ എക്സ്പെക്ടേഷൻ വരും മാസങ്ങളിൽ ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മധു എന്ന പ്രേക്ഷകൻ ഇന്ത്യ സിമെന്റ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ സിമെന്റ്സിലുള്ള താങ്കളുടെ ഒരു കമന്റ് എന്താണ്? ഇന്ത്യ സിമെന്റ്സ് അതിൻ്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് നമ്മളൊരു അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2016-17 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അറൗണ്ട് 320-330 ആ ഒരു റേഞ്ചിലായിരിക്കും മേജർ റെസിസ്റ്റൻസ്.
സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നത് 293 രൂപയിൽ. ആൻഡ് അടുത്ത മേജർ 2 റെസിസ്റ്റൻസസ് ശ്രദ്ധിച്ചിരിക്കുകയാണ് 315, 320, 330. സുമേഷ് എന്ന പ്രേക്ഷകൻ സീമെൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സീമെൻസ് ലിമിറ്റഡുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സീമെൻസിന്റെ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് അനില പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 10 സെഷൻസ് ആയിട്ട് ഇതൊരു ഫ്ലാറ്റ് ടു സൈഡ് വേസ് ആയിട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 7345. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 8000 റുപ്പീസ്. 8000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ 5 മുതൽ 7% നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വൈഷ്ണവ് എന്ന പ്രേക്ഷകൻ മണപ്പുറം ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5% നേട്ടം രേഖപ്പെടുത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മണപ്പുറം ഫൈനാൻസിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് മണപ്പുറം ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന 230 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 238, അതിനെ തുടർന്ന് 246. ഫിബി ജോൺസൺ എന്ന പ്രേക്ഷകൻ രാജേഷ് എക്സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് കമ്പനിയായ ഓഹരി കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജേഷ് എക്സ്പോർട്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? രാജേഷ് എക്സ്പോർട്സിന്റെ ഫിനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വളരെ മികച്ചൊരു ഫൈനാൻഷ്യൽസ് അല്ല. ഇൻഫാക്ട് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിലും മാർച്ച് മാസത്തിൽ അറൌണ്ട് 260 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിലെ ഗ്രാജുവലായിട്ട് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ നമ്മളൊരു റിസ്ക് എടുത്തിട്ട് ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 330 രൂപ, അതിനെ തുടർന്ന് 340 രൂപ. 340 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയ ഒരു നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 278 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ സുന്ദരം ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുന്ദരം ഫൈനാൻസിലുള്ള താങ്കളുടെ കമന്റ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സുന്ദരം ഫിനാൻസിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4385 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 4700 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഗഫാൻ എന്ന പ്രേക്ഷകൻ സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു കമന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 54.68 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസ്ലോൺ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് പുതിയൊരു ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 53 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മുഹമ്മദ് ജസീൽ എന്ന പ്രേക്ഷകൻ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.25% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി PNBയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം എന്തെന്നാൽ 110 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 128 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. കോശി ചെറിയാൻ എന്ന പ്രേക്ഷകൻ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1.25% അടുത്ത് ഇടിഞ്ഞ് 112.75 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കാനറ ബാങ്കിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പോലെ തന്നെ ഒരു സൈഡ് വേസ് ടു ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 104 രൂപ 50 പൈസയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
യെസ്, ഒന്നിലധികം പ്രേക്ഷകർ LICയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. LICയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് തന്നെ തുടരുന്നുണ്ട്. ബട്ട് LICക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 1900 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. 1090യുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സിറാജുദ്ദീൻ എന്ന പ്രേക്ഷകൻ ജുപ്പിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ജുപ്പിറ്റർ വാഗൺസ് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോപ്പ് ലോസ് ലെവൽ 658 രൂപ. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് 748 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 790. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 850. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 930 ആയിരിക്കും എൻ്റെ ലോങ് ടേം ടാർഗറ്റ്സ്. സെബിൻ എന്ന പ്രേക്ഷകൻ ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിവിൽ 18.53 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മാൾ ക്യാപ് ഓഹരിയാണ് ഇത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? JP പവറിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടും. ബട്ട് ഈ കമ്പനിക്ക് മികച്ച ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെ ഇല്ല. ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് ട്രേഡിംഗ് നടക്കാറുണ്ട്. മൈ അഡ്വൈസ് ഇത്തരം സ്റ്റോക്സിൽ പൂർണ്ണമായിട്ട് ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. അബ്ദുറഹ്മാൻ എന്ന പ്രേക്ഷകൻ IOCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IOCയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 145 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 180 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായി 91.64 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഇക്വിറ്റാസ് സ്മോൾ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുക. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. കണ്ണൻ വാസുദേവൻ എന്ന പ്രേക്ഷകൻ പോളിസി ബസാറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വലിയൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1% ഇടിവിൽ 1458.25 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഇതില് വലിയൊരു ഇടിവെന്ന് ഞാൻ വിലയിരുത്തത്തില്ല. ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചിരുന്നു. എങ്കിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 1478 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1510. അതിനെ തുടർന്ന് 1570, അതിന്റെ മുകളിൽ 1640. ദീസ് വിൽ ബി ദ ലോങ് ടേം ടാർഗറ്റ്സ്. Yes, thank you so much, Pradeep sir.